ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ 725ാമത് വാർഷികത്തോടനുബന്ധിച്ച് വിശുദ്ധ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായ പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന പള്ളിയിൽ നിന്നും ആലങ്ങാട് പള്ളിയിലേക്ക് ദീപശിഖ പ്രയാണം നടത്തി. അൾത്താറിൽ നിന്നും ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ജോസ് പുതിയടത്ത് കൊളുത്തി നൽകിയ ദീപശിഖ ആലങ്ങാട് പള്ളി വികാരി ഫാദർ പോൾ ചുള്ളി ഏറ്റുവാങ്ങി. ചരിത്ര സംഭവമായ പള്ളി സ്ഥാപിതമായതിന്റെ 725ാം ജൂബിലി വർഷം ആചരിക്കാൻ ദീപശിഖ പ്രയാണം ഈ മാതൃദേവാലയം, പ്രത്യേകിച്ച് കേരളത്തിന്റെ തന്നെ ആദ്യത്തെ ദേവാലയങ്ങളിൽ ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. AD 52 സ്ഥാപിതമായ മാർത്തോമാശ്ലീഹായുടെ വിശ്വാസ പൈതൃകം പേറുന്ന ഈ ദേവാലയത്തിൽ നിന്ന് ഈ തിരി കത്തിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു അർത്ഥമായിട്ട് ഞാൻ കാണുകയാണ്. ഇതോടുകൂടി നമ്മുടെ വിശ്വാസ പൈതൃകമാകുന്ന ഈ ദീപശിഖ നമ്മുടെ ഭവനങ്ങളിലൂടെയും യൂണിറ്റുകളിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ എല്ലാവർക്കും അതൊരു ആത്മീയ പ്രകാശവും ആത്മീയ ഉത്തേജനവുമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഫാദർ പോൾ ചുള്ളി വിശേഷങ്ങൾ പങ്കുവച്ചു. സ്നേഹമുള്ളവരെ, 725ാമത് ജൂബിലി വർഷമാണ് ആലങ്ങാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ദീപശിഖ പ്രയാണം നടത്തുക. ദീപശിഖ പ്രയാണം പറവൂർ ഫൊറോന പള്ളിയിൽ നിന്നും ഫൊറോന വികാരിയച്ഛൻ ദീപം കത്തിച്ച് നൽകുന്നു. ആ ദീപമായിട്ട് ആലങ്ങാട് ഇടഭാഗങ്ങളെല്ലാവരും കൂടി ആലങ്ങാട് ഇടവകയിലേക്ക് പോകുന്ന ആലങ്ങാട് പള്ളി കൈക്കാരന്മാരായ PD വർഗീസ്, അഗസ്റ്റിൻ കണ്ണമ്പുഴ, വൈസ് ചെയർമാൻ ബിനു കരിയാറ്റി, ജൂഡോ പീറ്റർ, VV ജിപ്സൺ, സോജോ കളപ്പറമ്പത്ത്, ലിസി രാജു, ജോജോ കളത്തിപ്പറമ്പിൽ, മഞ്ജു ബിജു, UP ജോയി, സാബു മുട്ടത്തിൽ എന്നിവർ പ്രയാണത്തിന് നേതൃത്വം നൽകി. ഫൊറോന സഹവികാരി ഫാദർ സുജിത്ത് കുവേലി, വൈദികർ, സിസ്റ്റേഴ്സ്, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ പങ്കെടുത്തു. ആലങ്ങാട് എത്തിച്ചേർന്ന ദീപശിഖ 23 കുടുംബ യൂണിറ്റുകളിൽ പര്യടനം നടത്തി രാത്രി 8-ന് പള്ളിയിൽ എത്തിച്ചേർന്നു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.